നമസ്കാരം. ഭാരത് ലീവിലേക്ക് സ്വാഗതം. എമ്പുരാൻ സിനിമയുണ്ടാക്കിയ വിവാദങ്ങൾ കഴിഞ്ഞ ഒരാഴ്ചയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. വിവാദങ്ങളുടെ ബാക്കിപത്രമായി ഇപ്പോൾ സെൻസറിംഗ് ഏർപ്പെടുത്തിയിരിക്കുന്നു. സ്ത്രീകൾക്കെതിരായ അക്രമവും കലാപത്തിലെ ചില രംഗങ്ങളുമാണ് നിർമ്മാതാക്കൾ ഇപ്പോൾ ഒഴിവാക്കാൻ തുടങ്ങുന്നത്. വോളണ്ടറി മോഡിഫിക്കേഷൻ നടത്തിയ പതിപ്പ് സെൻസർ ബോർഡ് പരിഗണിക്കുകയാണ്. വിമർശനാത്മകമായി ഇത് കാണാനാണ് സെൻസർ ബോർഡിന് കിട്ടിയ നിർദ്ദേശമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എമ്പുരാന്റെ റീ എഡിറ്റഡ് പതിപ്പ് വ്യാഴാഴ്ചയോടെ തിയേറ്ററുകളിലെത്തും. ആദ്യ 30 മിനിറ്റിൽ കാണിക്കുന്ന ഗുജറാത്ത് കലാപരംഗങ്ങൾ കുറയ്ക്കും. കേന്ദ്ര സർക്കാരിനെതിരായവരെ ദേശീയ ഏജൻസി കേസിൽ കുടുക്കുന്നതായി കാണിക്കുന്ന ഭാഗങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തും. ബാബ ബജ്രംഗി എന്ന വില്ലന്റെ പേര് മാറ്റാൻ തന്നെ ആലോചനയുണ്ടെങ്കിലും സിനിമയിൽ ഉടനീളം ആവർത്തിക്കുന്ന പേര് മാറ്റാൻ സാധിക്കുമോ എന്ന് വ്യക്തവുമല്ല. സിനിമയിൽ ഭേദഗതി വരുത്തിയാൽ വീണ്ടും സെൻസർ ബോർഡ് കാണണം എന്നാണ് ചട്ടം. അതിനാൽ നടപടിക്രമം പൂർത്തിയാക്കി സിനിമയുടെ പരിഷ്കരിച്ച പതിപ്പ് തിയേറ്ററിലെത്താൻ വ്യാഴാഴ്ചയെങ്കിലും ആകും. റീ എഡിറ്റിംഗിന് മുമ്പ് ചിത്രം കാണാൻ വൻ തിരക്കാണ് ഇപ്പോഴെന്നാണ് പറയുന്നത്. ചിത്രത്തിൽ നിന്നും 10 സെക്കൻഡ് മാത്രമാണ് ആദ്യ പതിപ്പിൽ സെൻസർ ബോർഡ് ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടിരുന്നത്. സ്ത്രീകൾക്കെതിരായ അക്രമവും ദേശീയ പതാകയെ സംബന്ധിക്കുന്നതുമായ ചില ഭാഗങ്ങളായിരുന്നു ഇത്. ചിത്രത്തിൽ ഗുജറാത്ത് കലാപത്തെ പരാമർശിക്കുന്ന ചില ഭാഗങ്ങൾക്കെതിരെ BJP കടുത്ത വിമർശനം ഉയർത്തിയിരുന്നു. സെൻസർ ബോർഡിലെ RSS നോമിനികൾക്ക് ഇക്കാര്യത്തിൽ വീഴ്ച സംഭവിച്ചുവെന്നായിരുന്നു ആരോപണം. തപസ്യ ജനറൽ സെക്രട്ടറി GM മഹേഷ് ഉൾപ്പെടെ 4 പേർ സെൻസർ ബോർഡ് കമ്മിറ്റിയിലുണ്ട്. ഇവർക്ക് വീഴ്ച പറ്റിയെന്ന് രാജീവ് ചന്ദ്രശേഖർ കോർ കമ്മിറ്റിയിൽ സൂചിപ്പിച്ചതായി വാർത്തകൾ പുറത്തു വന്നിരുന്നെങ്കിലും എന്നാൽ അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്ന് BJPയും ആരോപിക്കുന്നു. പിന്തുണ സൗഹൃദം മാത്രമാണെന്നും സിനിമയുടെ ഉള്ളടക്കത്തെ പിന്തുണയ്ക്കുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയതായും സൂചനകളുണ്ട്. അതിനിടെ ആഗോളതലത്തിൽ ആദ്യ ദിനം ഏറ്റവും അധികം കളക്ഷൻ നേടുന്ന മലയാള ചിത്രവും എമ്പുരാനായി മാറിയെന്ന അവകാശവാദം നിർമ്മാതാക്കൾ ഉയർത്തിക്കഴിഞ്ഞു. മലയാള സിനിമയുടെ ചരിത്രത്തിലെ എക്കാലത്തെയും ഏറ്റവും വലിയ ബജറ്റിലെത്തിയ ചിത്രമാണ് എമ്പുരാൻ. ലൂസിഫറിന്റെ 2ാം ഭാഗം മലയാള സിനിമയിൽ ഏറ്റവും അധികം പ്രീ റിലീസ് ഹൈപ്പ് നേടിയെടുത്ത ചിത്രം കൂടിയാണ് എമ്പുരാൻ. 48 മണിക്കൂറിൽ 100 കോടി ക്ലബിലെത്തുമെന്നായിരുന്നു എമ്പുരാന്റെ കണക്കൊക്കെ ഉണ്ടായിരുന്നത്. വിദേശത്ത് നിന്ന് മാത്രമായി 64 കോടി രൂപയാണ് എമ്പുരാൻ നേടിയിരിക്കുന്നതെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. എന്നാൽ സിനിമയ്ക്ക് മുമ്പ് പ്രമോഷൻ പരിപാടികൾ സജീവമായിരുന്ന പൃഥ്വിരാജിനെ ഇപ്പോൾ കാണാനുമില്ല. സിനിമയുടെ നിർമ്മാതാക്കളും നടന്മാരും ഒക്കെ തമ്മിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഈ ചിത്രത്തിന്റെ തിരക്കഥ തിരുത്തിയെന്ന വിവാദമാണ്. തിരക്കഥ തിരുത്തിയതും അതുപോലെ തന്നെ സെൻസറിംഗ് ഉൾപ്പെടെയുള്ളവ വിവാദത്തിലാവുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് പ്രമോഷൻ പരിപാടികൾ സജീവമായിരുന്ന പൃഥ്വിരാജ് ഒരു അവകാശവാദവുമായി വന്നിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. മോഹൻലാൽ അടക്കമുള്ളവർ പൃഥ്വിരാജിനെ തള്ളിപ്പറഞ്ഞതായാണ് സൂചന. ഏതായാലും പൃഥ്വിരാജിനെ ഇപ്പോൾ കാണാനുമില്ല.